ശരിയാ. Okay, okay. Good morning, everyone. God our Father, we thank you for this new day. We thank you for giving us good parents, brothers, and sisters. We thank you for our teachers who are very much interested in us today. We ask you to give us wisdom so that we may learn what is being taught in our classes. Lord, help us to grow in love, truth, and in honesty. We make this prayer for your love's sake. Amen. Good morning, ma'am, and good morning, everyone. I'm Lovely Degol. You are all welcome to our today's online class. I'm so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite our Jisha ma'am to conduct today's class. I also invite Shruti for today's thought. Thank you. Have a great day. Good morning, everyone. I am Shruti Suresh. Today's thought is every child deserves a teacher who believes in them. Be that one. It means that every child, regardless of their background or challenges, need at least one adult who has faith in their potential and encourages them to strive for their best. It also calls on educators to actively cultivate that belief and become that supportive presence for their students. Thank you. Ma'am. Good morning, ma'am. Good morning. Everything done right? Yes, ma'am. Yes, ma'am. Okay. Okay. So last class, just on brief yama. There no last class. We say about Vajistoski. I don't know how to pronounce it. അത് About that. മൊത്തം പറഞ്ഞു കൊടുത്തായിരുന്നു മാം. ആൽബർട്ട് മന്ദിയുടെ വരെ സിഗ്മണ്ട് പറഞ്ഞു. ഫ്രോയിഡിന്റെ Oh, okay, okay, പറഞ്ഞു. fine. Okay, that's all. Like, ബാക്കി നമ്മളൊന്ന് കണ്ടുപിടിക്കുക. Erik Erikson, Jean Piaget, and Vygotsky, then Sigmund Freud, then Albert Bandura and Brunner, right? അവരെ കുറിച്ചായിരുന്നു നമ്മൾ അവരെ ശരിക്കും നമ്മൾ ചൈൽഡ് സൈക്കോളജി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ കടന്നു പോകും. ഈ ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ പോകുമ്പോൾ ഈ സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻ, അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും സൈക്കോളജി പാർട്ട് വരുമ്പോൾ. പിന്നെ കുട്ടികൾ മുന്നിൽ വരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് അവരുടെ ക്യൂസ്, നോൺ വെർബൽ ക്യൂസ്, അവരുടെ ഫേസ് കണ്ടാൽ അവരുടെ ബാക്കി എക്സ്പ്രഷൻസ്, അവരുടെ ജെസ്റ്റേഴ്സ്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹൗ ദേ ആർ ഫീലിംഗ്. അവർക്ക് എന്തെങ്കിലും ഒരു ഫീലിങ്സ് ഉണ്ടോ, ഇമോഷൻസ് ഉണ്ടോ, എന്തെങ്കിലും ഒരു ട്രോമയിലൂടെ അവർ പോവാണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തായാലും നമുക്ക് മനസ്സിലാവും. ഈവൻ ദോ എവ്രി സോൾ ഹാസ് ദാറ്റ് ക്വാളിറ്റി. എല്ലാവർക്കും മനസ്സിലാവൂല്ലേ, നമ്മളോട് വളരെ അടുത്തിരിക്കുന്ന ഒരാളുടെ ആണെങ്കിലും ലൈക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ അടുപ്പമില്ലാത്ത ഒരാളാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. പിന്നെ ഇടപെടലിന്റെ ആ ഒരു ലിമിറ്റേഷൻസ് മാത്രമേ ഉള്ളൂ. ഞാനൊരു ബസ് യാത്ര ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളി, എന്റെ മോള് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഞാൻ പറവൂരിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന സമയത്ത് വൈറ്റില ഹബ്ബിൽ നിന്ന് അങ്ങോട്ടുള്ള ബസ് കയറുവാണ്. ബസ് കയറിയപ്പം എന്റെ അടുത്ത് ഞാൻ കയറി 2 പേരുടെ സീറ്റാണേ, ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ഷീ ഈസ് വെരി യങ്, ഒരു 20+, ആ ഒരു 20ക്കും 30ക്കും ഇടയ്ക്കുള്ള ഏജ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുക. കയറുമ്പോ തന്നെ നമ്മളിപ്പോ ഈ പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു കുഴപ്പം എന്ന് സീറ്റ് വളരെ ചെറുതായിരിക്കും. അപ്പൊ നമ്മൾ ഭയങ്കര ടച്ച് ചെയ്ത് തന്നെ നമ്മൾ ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഫോണിൽ സംസാരിക്കുക പലരോടും. ഇങ്ങനെ പല പ്രാവശ്യം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചിട്ടല്ല, പക്ഷെ പല പ്രാവശ്യം സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഹോസ്പിറ്റൽ കേസ് ആണെന്നും. അപ്പോ കുറെ അങ്ങ് കഴിഞ്ഞപ്പോ മനസ്സിലായി അതിന്റെ പപ്പയാണ് ഹോസ്പിറ്റലിൽ നിന്നും. എന്താ പറ്റിയെന്നുള്ളത് അതിന് കറക്റ്റ് അറിയില്ല. അപ്പൊ അങ്ങനെ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ ബോഡി ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുവാണല്ലോ ഈ ഒരു ഭാഗം. ഈ കുട്ടിയുടെ ബോഡി ടെമ്പറേച്ചർ വല്ലാതെ മാറുന്നു. ഇതിങ്ങനെ
അത് എനിക്ക് മനസ്സിലായി ഈ കുട്ടി ഭയങ്കര ഇമോഷണലി ഇങ്ങനെ സപ്രസ് ചെയ്തിരിക്കുവാന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ഇത് പതുക്കെ എന്റെ കയ്യിൽ ഇങ്ങനെ തൊട്ടപ്പോഴേക്കും ബേസ്റ്റ് ഔട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ അത് കരഞ്ഞു. കാരണം അതിന് കരയാൻ ഒരു ഇടം ശരിക്കും വേണമായിരുന്നു. കാരണം അത്രയ്ക്ക് വിഷമം. അതിന് മനസ്സിലായി എന്റെ അച്ഛൻ സീരിയസ് ആണ്, മേ ബി ആൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. കാരണം ആരും ഒന്നും പറയുന്നില്ല. പാലായിൽ അത് ഇറങ്ങണ്ടേ, പാലായിൽ എത്തുമ്പോഴേക്കും അതിനെ വന്ന് വിളിക്കാനായിട്ട് അങ്കിള് വരുന്നുള്ള രീതിയിൽ ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തൊട്ടതും ഈ കുട്ടി പൊട്ടിക്കരഞ്ഞു. കുറേ നേരം കരഞ്ഞു കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു ആശ്വാസം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പാലയിൽ ഇറങ്ങണോ? ഇറങ്ങിയിട്ട് ഞാൻ വേണമെങ്കിൽ കൊണ്ടാക്കാം, എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു, ഇല്ല അങ്കിള് വരും വണ്ടിയായിട്ട്, ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെള്ളം വേണോന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് ഓടി വരുക, ജോലി ചെയ്യുന്നതായിരുന്നു അവർക്ക്. അപ്പം എന്റെ കയ്യിൽ വെള്ളമൊന്നുമില്ല. വെള്ളമൊക്കെ കൊടുത്തത് വെള്ളമൊക്കെ കുടിച്ചു. കുറെ നേരം അത് കണ്ണൊക്കെ അടച്ചിരുന്നു. പിന്നെ പാലയായപ്പോഴേക്കും അത് എന്നോട് ബൈ പറഞ്ഞു പോയി. ഇനി എന്താ സംഭവിച്ചത് അതിനെപ്പറ്റി എനിക്കറിയില്ല. ലൈക്ക് നമുക്ക് അറിയാത്ത ഒരാളാണെങ്കിലും നമുക്ക് അവരുടെ നോൺ വെർബൽ ക്യൂസ് നമുക്ക് മനസ്സിലാകും. സോ ഹിയർ ഈസ് വൺ ആക്ടിവിറ്റി. വീഡിയോ ഓൺ ചെയ്ത് വരാൻ റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരൂ. ലൈക്ക് അതിനുശേഷം എല്ലാവർക്കും ഉള്ള ഒരു ആക്ടിവിറ്റി ചെയ്യും. വീഡിയോ ഓൺ ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ജയിക്കുള്ളൂ, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ളവരെ അവരെ ഒബ്സർവ് ചെയ്യണം, അതുകൊണ്ടാണ്. എനിവൺ ഈസ് റെഡി? About what, ma'am? About this non-verbal cues. ചിലപ്പോ സങ്കടം വരാം. അതൊക്കെ ആ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളവർ മാത്രം വന്നാൽ മതി. No problem, no issue. Okay, fine. Ma'am, I don't understand about what we have to. But like you have to own your video and I will give you some prompts. And you have to think about that, and maybe I will remind you about any experiences you had faced in your life, maybe bitter experiences. We all know that. Yes, you are ready? Yes, ma'am. Okay, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക. സജ്നെ മ്യൂട്ട് ചെയ്യുക. പറ്റിയാൽ എല്ലാവരും സജ്നെ ഒന്ന് പിൻ ചെയ്തു. സജ്ന ആർ യു ഓക്കെ? റെഡി അല്ലേ? നോ പ്രോബ്ലം. ഞാൻ ചില എക്സ്പീരിയൻസസ് ഓർക്കാൻ പറയും. അപ്പം ചിലപ്പോൾ വിഷമം ഉണ്ടാവുമായിരിക്കും. ഓക്കെ, മാനേജ് ചെയ്യാൻ റെഡി ആണല്ലോ. കാരണം നമുക്കറിയാം നമ്മളുടെ ലൈഫിലെല്ലാം വി ഹാവ് ഓൾ ബിറ്റർ എക്സ്പീരിയൻസസ്, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. എപ്പോഴും ഹാപ്പിനെസ് ഒന്നുമല്ല. പക്ഷെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ സം ഹൗ വി നോ, നമുക്കറിയാം ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ. അത് കരഞ്ഞു തീർത്തിട്ടാണെങ്കിലും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടാണെങ്കിലും. ഓക്കെ സിസ്റ്റർ, പിന്നെ റിലാക്സ് ചെയ്തിരിക്കുക കേട്ടോ. മീൻസ് ടെൻസ്ഡ് ആയിട്ടൊന്നും ഇരിക്കരുത്, റിലാക്സ് ചെയ്തിരിക്കുക. റിലാക്സിങ് പൊസിഷൻ സജ്ജനയ്ക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിൽ തന്നെ ഇരിക്കുക. ഓക്കെ ഓക്കെ, റെഡി ആണല്ലോ അല്ലെ? സജ്ജന ക്ലോസ് യുവർ ഐസ്. ഓക്കെ, സജ്ജനയ്ക്ക് ഏറ്റവും നമ്മൾ തന്നെ ഒന്ന് പിൻ ചെയ്യണേ. കാരണം വെച്ചാൽ ഓൾറെഡി ഞാൻ പിൻഡാണ്. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് സജ്ജനെ പിൻ ചെയ്യേണ്ടതായിട്ട് വരും. സജ്ജനയ്ക്ക് ലൈഫിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു ഇൻസിഡന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഇൻസിഡന്റ് നടന്ന സ്ഥലം അതും ഓർക്കുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഇൻസിഡന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ, ആ സമയത്തെ സംസാരം, ആ സമയം സജ്ജനയോട് ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. സജ്ജന അത് റീകളക്ട് ചെയ്യുവാണ്. ആ സ്ഥലത്താണ് നിൽക്കുന്നത്, ആ വ്യക്തികളാണ് സജ്ജനയുടെ ചുറ്റും. സജ്ജന ആ വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങൾ, വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ്, അല്ലെങ്കിൽ ആ വിഷമമുണ്ടായ ഇൻസിഡന്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അന്ന് നടന്ന സംസാരം എല്ലാം സജ്ജനയുടെ ചെവിയിൽ കേൾക്കാം. എല്ലാം സജ്ജന നന്നായി കാണുന്നു, നന്നായി കേൾക്കുന്നു.
ഓക്കെ സജിന, കം ബാക്ക്. രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും ചിക്കൻ കറി. വെരി ഗുഡ്, നല്ല കോംബോ. ഓക്കെ, റിലാക്സ്. ഓക്കെ, ഫൈൻ. എനിവേ ദാറ്റ് ഹാപ്പൻഡ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യമാണ്. നമ്മൾ സംഭവം അത് മാനേജ് ചെയ്തു. ഇനി ഒബ്സർവ് ചെയ്തവരോടാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. സജിന, യു ക്യാൻ സ്വിച്ച് ഓഫ് യുവർ വീഡിയോ. ഒബ്സർവ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ കണ്ടു? നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, വീഡിയോയുടെ ക്ലാരിറ്റി എല്ലാം ഉണ്ട്. ബട്ട് നിങ്ങൾ എന്താണ് കണ്ടത്? ഞാൻ അതുകൊണ്ടാണ് എന്റെ വീഡിയോ ഓഫ് ചെയ്തത്, എന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താ കണ്ടത്? മാം പറയുമ്പം അവർക്ക് വിഷമം വന്നിട്ട് ഇമോഷണലായി മുഖത്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ടായിരുന്നു. അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ണീര് വന്നു തുടങ്ങി. ലാസ്റ്റ് ആയപ്പോഴേക്കും മനസ്സിനെ ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാത്തൊരു ഇതിലേക്ക് വന്നേനെ മാം പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പിന്നെ അതിൽ നിന്നും റിക്കവർ ആയി. പേരെന്തൊക്കെ ഒബ്സർവ് ചെയ്തു? അതാണ് എനിക്ക് തോന്നിയത്. ഇനി വേറെ മാം ഇതിനൊരു പേര് പറയില്ലേ സൈക്കോളജിയില്? എന്തോ ചെയ്യണേന? എന്തോ ഞാൻ മറന്നുപോയി. ഹിപ്നോട്ടിസം അല്ലല്ല. ഹിപ്നോട്ടിസ്. അല്ലല്ല. അതിന്റെ ഒരു സൈഡാണോ? അല്ലല്ല. നോട്ടീസ് ഉറക്കിയിട്ടല്ലേ ചെയ്തു? അല്ല, ഇതൊരു തെറാപ്പിയാണ് ശരിക്കും. ഈ തെറാപ്പിയുടെ നെക്സ്റ്റ് സെഷൻ ഞാൻ ചെയ്യിക്കാൻ പോവാണ് സജിനെ കൊണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. സജിനയുടെ കണ്ണൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് മുറുക്കി അടയ്ക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളം ഇറക്കുന്നുണ്ടായിരുന്നു സജിന ഇടയ്ക്ക്. ബ്രീത്തിങ്, അതിന്റെ ആ ഒരു ബീറ്റ്, ആ ബ്രീത്തിങ്ങിന്റെ ആ ഒരു അത് മാറി അല്ലെ? ഇങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നു സജിന. ചില സമയത്ത് സജിന, എനിക്ക് തന്നെ സംശയം തോന്നി, ഞാൻ കുട്ടി കരയോ എന്നൊരു സംശയമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പെട്ടെന്ന് സജിനെ തിരിച്ചു വിളിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. എല്ലാവരും ഇതുപോലെ കണ്ണടച്ചിരിക്കുക. കാരണം എനിക്ക് സജിനെ അതിനെ തിരിച്ചു കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മറന്നൊന്നും പോകില്ല. എന്ത് ബിറ്റർ എക്സ്പീരിയൻസസ് നമ്മുടെ ലൈഫിൽ നമ്മൾ മറന്നു പോകില്ല. ബട്ട് നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റും. ഡെഫിനറ്റ്ലി വി ഹാവ് ടു, അല്ലെ? ക്ഷമിച്ചില്ലെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് അവേഴ്സെൽസ്. നമ്മൾ മറന്നു പോകില്ല. മറക്കാൻ ഇച്ചിരി പാടൊക്കെ ആയിരിക്കും, പക്ഷെ ക്ഷമിക്കുക. ഫോഗി, അതാണ് ഇമ്പോർട്ടൻസ്. അപ്പോ നമ്മൾക്ക് ആ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. മാനേജ് ചെയ്യാതെ പറ്റും. അങ്ങനെ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. നമ്മളുടെ മനസ്സിലെല്ലാം ഉണ്ട്. നമ്മൾ അതിനെ ഒരു പിക്ചറായിട്ട് കൺവേർട്ട് ചെയ്യാം. ആ സംഭവിച്ച ഇൻസിഡന്റ്, അതുമായി കണക്ട് ചെയ്ത സ്ഥലം, അതുമായി കണക്ട് ചെയ്ത ആളുകളെ നമ്മളൊരു ഫോട്ടോ ആക്കുക. നമുക്ക് സെൽഫി എടുക്കുന്നല്ലേ, അല്ലാതെ ഫോട്ടോസ് എടുക്കും. ഒരു ഫോട്ടോ ആയിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. പതുക്കെ പതുക്കെ ആ ഇൻസിഡന്റിനെ നമ്മൾ ഫോട്ടോ ആക്കിയപ്പോ കേട്ടോ, ആ ഇൻസിഡന്റ്, ആ ഫോട്ടോയുടെ ബ്രൈറ്റ്നെസ് ഒരു പോയിന്റ് കുറയ്ക്കുക. അപ്പോഴും നമുക്കത് വിസിബിൾ ആണ്. അപ്പോഴും നമ്മുടെ ഇതുണ്ട്. വീണ്ടും അതിന്റെ ബ്രൈറ്റ്നെസ് വീണ്ടും കുറയ്ക്കുക ഒരു പോയിന്റ് കൂടെ. അങ്ങനെ കുറച്ച് 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 ഏറ്റവും കുറയ്ക്കുക. നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ ആ ഒരു ഫോട്ടോയെ കുറച്ച് കൊണ്ടുവരിക. കണ്ണടച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്കത് ഒട്ടും കാണാൻ പറ്റില്ല, ഒട്ടും ക്ലിയർ അല്ല, ഭയങ്കര വീക്ക് ആയിട്ടിരിക്കുക, ഒട്ടും ക്ലിയർ അല്ല. അങ്ങനെയുള്ള ഒരു ഫോട്ടോ നമുക്ക് വേണ്ട. നമ്മളത് ഒന്നില്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു, അല്ലെങ്കിൽ അത് കത്തിച്ച് കളഞ്ഞു. ഒരു ഗുണവും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഫോട്ടോ എന്തിനു നമ്മൾ കയ്യിൽ സൂക്ഷിക്കണം? നമ്മളത് നശിപ്പിച്ചു കാണും. ഓക്കെ, നിങ്ങൾക്കത് തന്നെ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒട്ടും മനസ്സിൽ നിന്ന് പോകുന്നില്ല, അങ്ങനെ ഒരു വണ്ടി. ഇതിപ്പോ ഫോട്ടോ ചെയ്തില്ലേ, നിങ്ങൾക്ക് അതിന്റെ ഒരു വീഡിയോ എടുക്കാം. ഷോർട്ട് വീഡിയോയോ 1 മിനിറ്റിന്റെ വീഡിയോയോ, എത്ര വീഡിയോ വേണമെങ്കിലും. വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാരല്ലേ, ആ ഒരു വീഡിയോ നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആണ്. ആ വീഡിയോ കുറയ്ക്കുക. വീണ്ടും 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 കുറച്ച് 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 വീഡിയോയുടെ ക്ലാരിറ്റി തന്നെ ഇല്ലാതാക്കുക. സോ അതിന്റെ കൺട്രോൾ എല്ലാം നമ്മുടെ കയ്യിലാണ്. വീഡിയോയുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കുക എന്നുള്ളത്. ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തു. നമുക്ക് തന്നെ വീട്ടിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ കണ്ണടച്ചിരുന്ന് ഇത് ചെയ്യാം. ചില ഇൻസിഡൻസ് ഒന്നും നമ്മുടെ മനസ്സിങ്ങനെ മായാതെ കിടക്കും. അതിന്റെ എഫക്റ്റ് കുറയ്ക്കുക. ചിലപ്പോൾ 1 ടൈമിലൊന്നും പറ്റിയെന്ന് വരില്ല ഈ തെറാപ്പി കൊണ്ട്. അത് പല പല തവണയാകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം ഫീൽ ചെയ്യും. ജസ്റ്റ് ട്രൈ.
ചിലപ്പോൾ ചിലർക്ക് ഫസ്റ്റ് ട്രയലിൽ തന്നെ ശരിയാകും, ഭയങ്കര മനസ്സ് ശാന്തമാകും. ചിലർക്ക് അത് ചിലപ്പോ 2 or 3 പ്രാവശ്യം വീണ്ടും ഹോണ്ട് ചെയ്ത് വരുമായിരിക്കും. അപ്പൊ വീണ്ടും വീണ്ടും ഇത് ചെയ്ത് നോക്കുക. അത് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ ലെവൽ അനുസരിച്ചാട്ടോ. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഏത് രീതിയിലുള്ള മെഡിറ്റേഷൻ ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും. തൊട്ടപ്പുറത്ത് എന്തൊക്കെ ശബ്ദങ്ങൾ നടന്നാലും നമ്മൾ അതിൽ നിന്ന് ഒട്ടും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുകയില്ല. എന്തൊക്കെ സംഭവിച്ചാലും അത് നമുക്ക് നല്ലൊരു മൈൻഡ്ഫുൾനെസ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ചില കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എത്ര ബഹളത്തിനിടയ്ക്കിരുന്നു അവരിരുന്ന് പഠിക്കുന്നതാണ്. അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷന്റെ ലെവൽ വളരെ കൂടുതലാണ്. കുട്ടികളെ നമ്മൾ ചെറിയ രീതിയിൽ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ ഇവർക്ക് പഠിക്കുന്നതിൽ ഈ ഒരു കോൺസെൻട്രേഷൻ, അവർക്ക് വേറെ ഒന്നിലേക്കും അവർ ഡിസ്ട്രാക്റ്റഡ് ആകില്ല. ഓക്കെ സജ്ന, ഹൗ ഡു യു ഫീൽ നൗ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ബാക്കിയുള്ളവരെല്ലാരും കൂടെ ഞങ്ങളുടെ സജനയെ മിസ് കരയിച്ചു എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും എന്നോട് ഒരു ഫീല്. ഞാനും കരഞ്ഞു മാം. ആണോ? സജന ചെയ്തതിന്റെ ഒപ്പം നമുക്കും ഒത്തിരി കാര്യങ്ങൾ ഓർമ്മയിൽ വന്നു, വിഷമം വന്നു, ഡിലീറ്റ് ചെയ്തു. സജന ഡിലീറ്റ് ചെയ്തോ? എനിക്ക് ഞാനത് മറന്നു കളയും. പക്ഷെ എനിക്ക് അത് പിന്നെയും ഇപ്പൊ ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പൊ ഞാനത് ഓർത്തെന്നുണ്ടെങ്കിൽ ആ ആളുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് ആദ്യം വന്നത് ഈ ഒരു കാര്യമായിരിക്കും. ശരിയാണ് മാം, എനിക്കും മറക്കില്ല, പക്ഷെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. പണ്ട് ഇങ്ങനെ ഈ പേഷ്യൻസിന്റെ ലെവൽ എനിക്ക് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ആയി. ഒരു പക്ഷെ നമ്മൾക്ക് ഈ പേഷ്യൻസ് കൂടാൻ കാരണം നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നവരാണെങ്കിലും ശരി, നമ്മളുടെ ക്ഷമയ്ക്ക് അവര് കാരണമാവാറുണ്ട് അല്ലേ? സോ അതെനിക്കൊരു പോസിറ്റീവായിട്ട് അതിനെപ്പറ്റി തോന്നിയിട്ടുണ്ട്. ഞാനും അതെ മാം. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് വന്നു, എന്തൊക്കെ വന്നു, കുറെ കാര്യങ്ങൾ സ്ട്രഗിൾ. പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കുന്നു, അതിലൂടെ ഞാൻ എല്ലാത്തിനും നേരിടാൻ പഠിച്ചു. അപ്പൊ അവർക്ക് ഒത്തിരി താങ്ക്സ്. അതെ, ക്ഷമ എന്നുള്ള കാര്യം അത് ശരിക്കും അതൊരു ഭയങ്കര ക്ഷമയൊന്നുമല്ല. പക്ഷെ എന്നാൽ ഇതിന്റെ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രഗിൾ തന്നെയാട്ടോ. ചിലർക്ക് അത് ചെറുപ്പം മുതലേ ഉണ്ട്. പക്ഷെ ചില ആളുകൾ നമ്മൾ വിചാരിക്കും വളരെ സൈലന്റ് ആയിരിക്കും, അവർക്ക് ഭയങ്കര ക്ഷമയായിരിക്കും. പക്ഷെ അവർ വൺസ് ബേസ്റ്റ് ഔട്ട് ആവാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമായിരിക്കും. അപ്പൊ സൈലന്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ പേഷ്യൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. മുമ്പ് നല്ല മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് അതൊരു പ്രശ്നമാണ്. ഇപ്പൊ ഒട്ടുമില്ല പേഷ്യൻസ്, മുമ്പുള്ളതിനേക്കാളും കുറവ്. സ്റ്റാറ്റസ് മാറിയതുകൊണ്ടാണോ? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എനിക്കും സ്റ്റാറ്റസ് മാറിയപ്പോഴാട്ടോ പേഷ്യൻസ് ശരിക്കും വരുന്നത്. കാരണം അല്ലെങ്കിലൊന്നും നമ്മള് കഴിഞ്ഞ നമ്മളിപ്പോ ഇത്രയും ഏജ്ഡ് ആയില്ലേ, ഇവരൊക്കെ ചെറുപ്പമല്ലേ മാം, അവർക്കൊക്കെ വന്നുള്ളൂ സംഭവം. എന്തായിരിക്കും അറിയില്ല. കാരണം ഇത് ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഏജുമായിട്ട് മാച്ച് ആവുന്ന കുറച്ച് പേര് ഈ ബാച്ചുകളിൽ ഉണ്ടെന്ന് തോന്നുന്നു. They are okay with me, but they are not okay with other young teachers. മാമിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 47. ഓക്കെ മാം, ഞാൻ മാമിലെ മൂത്തതാണ്. 50 ഉണ്ട് കേട്ടോ എനിക്ക്. ഓക്കെ എന്താ പറയാ, ഏജ് കാര്യമില്ല എന്ന് പറയും. പക്ഷെ that matters, ഏജ് മാറ്റർ ചെയ്യുന്നു. ബട്ട് ഹൗ വി ടേക്ക് ഇറ്റ്, നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാട്ടോ. ആ ഒരു ഏജിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഇത്ര പ്രായമായില്ല, ഞാൻ ഇനി എന്തിനാ അത് ചെയ്യുന്നത്, ആ ഒരു ഫീൽ എനിക്ക് എന്തായാലും ഇല്ല. അതൊരു പ്രായമായിട്ട് ഞാനും എടുത്തിട്ടില്ല മാം. ഞാൻ കുറച്ചുകൂടി ചെറുപ്പമായേക്കാണ് ഇപ്പൊ. ഇപ്പൊ നമ്മളുടെ വീടിനടുത്തുള്ള ഒരു കുട്ടി ഇന്ന് രാവിലെ വന്നു. മീൻസ് എന്റെ മോന്റെ കൂടെ പഠിക്കുന്നതിന്റെ അമ്മയാണ്. ആള് പാർട്ടി പ്രവർത്തനമൊക്കെ ഉള്ളതാണ് കേട്ടോ. മേ ബി ഈ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കുമായിരിക്കും. ഇപ്പം വോട്ടേഴ്സ് ലിസ്റ്റ്, ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയിട്ട് 1 വർഷമായുള്ളൂ. വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാനോ അത് ഉറപ്പാക്കാനോ അതിന് വേണ്ടിയിട്ട് ഫോം തരാനും ഫില്ല് ചെയ്യാനൊക്കെ വന്നതായിരുന്നു. അപ്പം ആ കുട്ടിയോട് ഞാൻ പറയുമായിരുന്നു, 39 ആയപ്പോഴാണ് ഞാൻ മോണ്ടിസോറി ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നവർ അറിഞ്ഞിട്ട് ഇത് എന്താ ഏതാന്നൊക്കെ ചോദിക്കുമായിരുന്നു. 39 ഇയേഴ്സ് ആയപ്പോഴാണ് ജോയിൻ ചെയ്തത്. ഇനി ഞാനൊരു തിരിച്ചുപോക്കില്ല. പഴയ ഒരു എന്താ പറയാ, ഒരു ഐസൊലേറ്റഡ് ആയിട്ടൊരു കൂട് ഉണ്ടാക്കിയിട്ട് അതിനകത്തായിരുന്നു ഞാൻ. അത് പൊളിച്ചാണ് പുറത്തു വന്നത്.
ഇനി അതിനകത്തേക്ക് കയറി പോവില്ല എന്ന് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. Right, ma'am. I also this type of experience because ഇപ്പം ഞാൻ വിചാരിക്കുന്നത് 40s 50s ആണ് നമ്മുടെ ഏറ്റവും നല്ല ഗോൾഡൻ ടൈംസ്. കാരണം നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങൾ, കുറെ പിള്ളേരുടെ ബുദ്ധിമുട്ടുകൾ, കുറെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഫ്രീ ആണ്. അപ്പം അവർക്ക് ഇപ്പം ഇവിടെയുള്ള കൂടുതലും പിള്ളേർക്ക് ഇപ്പം സ്ട്രഗ്ലിംഗ് ആണ്. കാരണം പിള്ളേരെ വളർത്തല് ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടി 40s 50s എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ടൈമാണ്. 40s ആൻഡ് ന്യൂ 20s. നല്ലൊരു പ്രണയമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രണയം എന്ന് പറയുന്ന വ്യക്തിയോടാവണമെന്നില്ല കേട്ടോ. ഞാനും അതെ. ഇപ്പൊ എന്റെ ക്യാൻസറിന് ശേഷം ഹസ്ബൻഡ് ഞാനായിട്ട് ഇപ്പൊ കൂടുതലായിട്ട് ലവ് ആയതെന്ന് പറയാം. 40s ആൻഡ് ന്യൂ 20s. അപ്പൊ 40 ആകാൻ വേണ്ടി കൊതിക്കുന്നുണ്ടാവും നമ്മുടെ ഈ ബാച്ചിലെ 20+ 30+ ഒക്കെ അല്ലേ? അല്ലേ ലവ്ലി? ഓക്കെ. സോ വേറെ നമ്മൾ എവിടെയായിരുന്നു? നമ്മുടെ പോർഷൻ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ആ ഒരു റിവ്യൂ ഞാൻ കഴിഞ്ഞു. ഇനി ഞാൻ സൈക്കോളജി ആണ് എടുക്കേണ്ടത്. ഇനി സൈക്കോളജി ചാപ്റ്റർ എടുക്കാനാ. PFA എടുത്തു അല്ലെ? എടുത്തു. PFA എന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തല്ലോ. ലൈക്ക് 2 സൂസൈഡ് കേസ് നടന്ന സംഭവം അല്ലാതെ ഞാൻ ചെയ്തത് പറഞ്ഞു അല്ലെ? സോ നെക്സ്റ്റ് സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരാം? എനിത്തിങ് പോസിറ്റീവ് ഓർ എനിത്തിങ് നെഗറ്റീവ്, എന്ത് തന്നെയായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്താ പെട്ടെന്ന് മനസ്സിലേക്ക് വരും? സ്റ്റഡി ഓഫ് മൈൻഡ്. ഹെൽത്തി മൈൻഡിന് വേണ്ടി. ഞാനാണെങ്കിൽ എന്താ ആൻസർ ചെയ്യുന്നു? ഇപ്പോഴല്ല, പണ്ടാണെങ്കിൽ ഇത് സൈക്കോളജി പഠിക്കുന്നതിന് മുമ്പ് എന്തോ മാനസികമായ അസുഖം വന്നിട്ട് ഉള്ളൊരവസ്ഥ അല്ലെ? എനിക്കൊരു പോസിറ്റീവ് ഫീൽ തോന്നില്ലായിരുന്നു സൈക്കോളജി കണ്ടിട്ട്. നിങ്ങളൊക്കെ വളരെ ഇമ്പ്രൂവ് ആയല്ലോ. പണ്ട് സൈക്കോളജി അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് പറയുമ്പോ തന്നെ അതിനെന്തോ വട്ടാണ് അല്ലെ? പൊതുവെയുള്ള ഒരു സ്റ്റിഗ്മയാണ് നാട്ടുകാര് പറയുന്നത്. എന്തോ മാനസിക പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ടാണ് അവര് സൈക്കോളജിസ്റ്റിനെ കാണാൻ. പക്ഷെ ഇപ്പോ ഒത്തിരി മാറി, ആ ഒരു ചിന്ത തന്നെ മാറി അല്ലെ? സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, തെറാപ്പിസ്റ്റ് അല്ലെ? അതുപോലെ തന്നെ കൗൺസിലേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ സ്കൂളുകളിൽ നിർബന്ധമായും വേണമെന്നാണ് പറയുന്നത് കൗൺസിലേഴ്സിന്. നിർബന്ധമായും വേണം. കാരണം ഒരു ടീച്ചർക്കല്ല അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അതിന് എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ തന്നെ വേണം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഓർഡറൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം പിന്നെ നമുക്കറിയാം നമ്മളുടെ നാട്ടിലിപ്പോ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വട്ടവർ ഏത് ഗെയിം ആണെങ്കിലും, ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നവരാണെങ്കിലും ശരി, ഇവർ കുട്ടികൾ 10th എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ അവർക്കൊരു സെഷൻ വെക്കും. അവർക്ക് എക്സാമിന് നല്ല പേടി എന്നുള്ളത് മാറി വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാവുന്ന രീതിയിൽ. പക്ഷെ അതൊരു ചെറിയ സെഷനിൽ തീരേണ്ട കാര്യമൊന്നുമില്ല. ഒരു പേരിന് കുട്ടികൾക്ക് വേണ്ടി ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് ക്ലാസ് നടത്താറാണ് പൊതുവെ ചില സ്കൂളുകളിൽ കാണുന്നത്. ചില സ്കൂൾ അതിനെ വളരെ സീരിയസ് ആയി എടുത്ത് തന്നെ അവരെ ചിലപ്പോൾ 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് തുടങ്ങി ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ സ്കൂളിലും സ്ഥിതി അതല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് സൈക്കോളജി എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാ ഫീൽഡിലും ഉണ്ട്. ക്രിക്കറ്റ് പ്ലെയേഴ്സ് അവരവരുടെ ഒരു മെയിൻ മാച്ചിന് പോകുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. കാരണം ലോകം മുഴുവൻ ഉറ്റു നോക്കിയിരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാനും നമ്മളുടെ ഒരു മത്സരമാണെങ്കിലും യുദ്ധം പോലെയാണ്. അപ്പോ അങ്ങനെ പോകുമ്പോൾ ഇവർക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ഈ പ്ലെയേഴ്സിന്. അവർ അതിനു മുമ്പ് ഒരു സെഷന് പോകും ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ്, കൗൺസിലേഴ്സിന്റെ അടുത്ത്. ആ ഒരു സ്ട്രെസ് വെന്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുള്ളൂ. അത് ഫുട്ബോൾ പ്ലെയേഴ്സ് ആണെങ്കിലും ശരി, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നവരാണെങ്കിലും ശരി. ചില മൂവീസിൽ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ഏതെങ്കിലും ഒരു പ്രധാന കേസിന് പോകുന്നതിന് മുമ്പ് ഇതുപോലൊരു സെഷൻ അവർ പോയിരിക്കും. അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും. ചില ക്രൈം സീൻസ്, ചില മർഡർ കേസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്രൈം സീൻ ഒക്കെ ഇവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യിക്കും. ഇവര് മനുഷ്യരല്ലേ, പല രീതിയിൽ പിന്നെ എന്താ പറയാ, പല ബ്രൂട്ടൽ ആയിട്ടുള്ള ചില മർഡർ സീനിലൊക്കെ പോകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങൾ ജോസഫ് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാവും. ജോസഫിന്റെ ലൈഫ് തന്നെ മാറുന്ന ഒരു കാഴ്ച ജോസഫിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മൂവിയിൽ അത് നല്ലപോലെ കാണിക്കുക. കാരണം ജോസഫ് സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ പറ്റിയില്ല നിർഭാഗ്യവശാൽ. പിന്നീട് ജോസഫ് പോലീസായപ്പോൾ ആ ഒരു കേസ് അന്വേഷിക്കാൻ ഒരു വീട്ടിലൊരു സ്ത്രീ
മരിച്ചു കിടന്നിട്ട് അയൽവക്കക്കാര് അറിയുന്നത് 2-3 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ ജോസഫ് ചെല്ലുമ്പോൾ ഈ സ്ത്രീയെ കണ്ടാൽ തിരിച്ചറിയാത്ത വിധം അവര് വീർത്ത് പുഴുവൊക്കെ അരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇരുന്ന ഫാമിലി ഫോട്ടോയിൽ നിന്നും ആ സ്ത്രീയെ മനസ്സിലാക്കുക. ജോസഫ് പണ്ട് വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി. പഴയ മൂവി ആയതുകൊണ്ടാണ് ഞാൻ അതിന്റെ ആ കഥ പറയുന്നത്. അപ്പൊ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി. അത് കണ്ടോളൂ. അതുവരെയും ഒരു ക്രൈം സീനിൽ പോയാലും പ്രോബ്ലം സംഭവിക്കാതെ ജോസഫിന്റെ ലൈഫ് തന്നെ മാറുകയാണ്. വളരെ ലവിങ് ആയിട്ടുള്ള വൈഫുണ്ട്, നല്ലൊരു മോൾ ഉണ്ടായ സമയമായിരുന്നു. പിന്നീട് ഒരിക്കലും ജോസഫിനെ വൈഫിനെ അപ്രോച്ച് ചെയ്യാനേ പറ്റിയിട്ടില്ല. അങ്ങനെ അവർ ഡിവോഴ്സ് ആകുകയാണ്. എനിക്ക് അവര് തമ്മിൽ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ജോസഫിന് പിന്നെ ഈ ഒരു സീൻ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ജോസഫ് ശരിയായ രീതിയിൽ ഒരു ഇന്റർവെൻഷൻ, ഒരു സൈക്കോളജിസ്റ്റിനെയോ തെറാപ്പിസ്റ്റിനെയോ കണ്ട ഒരു ഇന്റർവെൻഷൻ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ജോസഫിന്റെ ലൈഫ് അങ്ങനെയായി മാറില്ലായിരുന്നു. അന്ന് എനിക്കത് കണ്ടപ്പോ മനസ്സിലായി. മെന്റൽ സിക്നസ് അല്ലേ മാം? അതെ, മെന്റൽ സിക്നസ്. എപ്പോഴൊക്കെ വൈഫ് സ്നേഹത്തോടെ ജോസഫിനെ അപ്രോച്ച് ചെയ്യുന്നു, ജോസഫ് അവരെ അകറ്റി നിർത്തുമായിരുന്നു. കാരണം അയാൾക്ക് ഈ ഓർമ്മ പോകുന്നില്ല. അത് വൈഫിനോട് ഷെയർ ചെയ്തു. പക്ഷെ അവർക്ക് അതൊരു ആ ഒരു ടൈമിൽ തന്നെ ഒരു ഇന്റർവെൻഷൻ എടുക്കുമായിരുന്നെങ്കിൽ, മൂവിയുടെ കഥ അനുസരിച്ച് അങ്ങനെയായിരിക്കാം അവർ കഥ ഉണ്ടാക്കിയത്. കാരണം അവിടെ ജോസഫിന്റെ ലൈഫ് ശരിയാക്കലല്ല ആ മൂവിയുടെ ഒരു തീം എന്ന് പറയുന്നത്. അത് വേറെ ആയതുകൊണ്ടായിരിക്കാം സ്റ്റോറി ലൈൻ അങ്ങനെ പോയത്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമായിരുന്നു, അയാൾ ഒരു കറക്റ്റ് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് എടുത്തിരുന്നെങ്കിൽ അതിൽ നിന്നും അയാൾക്ക് നന്നാവുമായിരുന്നു, ലൈഫ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയും അവർക്കൊരു സ്ട്രെസ് വരുമ്പോൾ അവര് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു തെറാപ്പിസ്റ്റ് ഉണ്ട് കേട്ടോ, പെരുമ്പാവൂര, ഇപ്പൊ കല എന്ന പേര്. കല സ്കൂളിലെ കൗൺസിലർ ആയിരുന്നു. അപ്പൊ കലയ്ക്ക് വളരെ പൊട്ടൻഷ്യൽ ഉള്ളൊരു വ്യക്തിയാണ് കല. നല്ല രസമാണ് കലയുടെ ക്ലാസ്സിലൊക്കെ ഇരിക്കാനായിട്ട്. ഞാൻ ഒത്തിരി ഫോളോ ചെയ്യുന്നതാണ് കലയുടെ ക്ലാസ്. അതുപോലെ കല തിരിച്ചു കിട്ടോ. അപ്പൊ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം കലയുടെ ഒന്നും അടുത്തെത്താത്ത എന്നെ കല ഭയങ്കര റെസ്പെക്ട് ചെയ്ത് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതെനിക്കൊരു പ്രൗഡ് തന്നെയാണ്. അപ്പം ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. ഈ കല സ്കൂളിലെ കൗൺസിലർ ആയിരുന്നു. പക്ഷെ കലയ്ക്ക് വേറെ പല ഏരിയയില് കുറേ കല എന്താ പറയാ സ്റ്റേറ്റ് ലെവലില് പ്രിൻസിപ്പൽമാർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. കലയ്ക്ക് മനസ്സിലായത് സ്കൂളിൽ തന്നെ ഒതുങ്ങി കഴിഞ്ഞാൽ കലയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല. അങ്ങനെ കല റിസൈൻ ചെയ്യുവാണ്. കഴിഞ്ഞ അക്കാദമിക് ഇയർ തീർന്നപ്പോ തന്നെ റിസൈൻ ചെയ്തിട്ട് കല വീട്ടില് പ്രാക്ടീസ്, ഈ ക്ലിനീഷ്യൻ അതായത് സൈക്കോതെറാപ്പിസ്റ്റ് ആണ്, അങ്ങനെ പ്രാക്ടീസ് തുടങ്ങിയപ്പോ കലയുടെ മുന്നിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നു. അത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റർ അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ ബോണ്ടിങ് ഉള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭയങ്കര സ്നേഹമാണ്. അവര് നല്ലൊരു ലൈഫ് കൊണ്ടുപോകുന്നു. കല വിചാരിച്ചു ഇവരെന്തിനാ വന്നതെന്ന് വെച്ചപ്പോ അവര് പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ബോണ്ടിങ് ഇനിയും സ്ട്രോങ് ആക്കണം. നമ്മള് പാത്രങ്ങളൊക്കെ നല്ല തേച്ച് കഴുകി നല്ല തിളക്കി വെക്കില്ലേ, അതുപോലെ ഞങ്ങളുടെ ജീവിതം വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പോളിഷ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി വന്ന ഏത് ചിന്തിക്കുന്നു, ഏത് എന്താ പറയാ കപ്പിൾസ് അങ്ങനെ വരുന്നു. അപ്പൊ കലയ്ക്ക് ഭയങ്കര അതിശയായിരുന്നു. അപ്പൊ കല അതിനോട് ഷെയർ ചെയ്യായിരുന്നു, അങ്ങനെയും കപ്പിൾസ് ഉണ്ടെന്ന്. സാധാരണ എന്താ ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും, പ്രശ്നം വന്ന് മൂത്ത് കഴിയുമ്പോഴായിരിക്കും ഇതുപോലുള്ള സെഷന് ചെല്ലുന്നത്. ഇവര് എല്ലാ വർഷവും ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. അവർക്ക് അവരുടെ ആ ഒരു ബോണ്ടിങ്, അവരുടെ ആ ലവ്, അവരുടെ ആ ലൈഫ് കുറച്ചുകൂടെ നന്നാക്കണം. അതിനു വേണ്ടി വന്നു. അതിന് തയ്യാറായിട്ടുള്ള എത്ര കപ്പിൾസ് ഉണ്ട്? ഇതാ കപ്പിൾസ് ലക്കി ആണെന്ന്. അതെ അതെ, തീർച്ചയായിട്ടും. അവര് തമ്മിൽ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ അതവരുടെ സ്നേഹത്തെ കൂടുതൽ കൂട്ടുന്നുണ്ടാവുമായിരിക്കും. അവര് അതാണ് നമ്മള് ഈ പ്രിവെൻഷൻ, അതൊരു കാര്യം തന്നെയാണല്ലേ. അസുഖം വന്നിട്ട് ചികിത്സ, അതിപ്പോ മനസ്സിനുള്ളതാണെങ്കിലും ശരി, അവര് നേരത്തെ അത് ശരിയാക്കി കൊണ്ടുപോകുന്നു. കലയ്ക്ക് തന്നെ കല പറയാ ഫസ്റ്റ് കേസാണ്, അങ്ങനെ വന്നൊരു ഫസ്റ്റ് കേസാണ്. മറ്റേത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണല്ലോ ഓരോരുത്തർ ഇന്റർവെൻഷന് വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോ കലയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഇങ്ങനെയുള്ളവരും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചത്. ഓക്കെ, ഇപ്പൊ സൈക്കോളജി ശരിക്കും ഒരു സയൻസ് തന്നെയാണ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ, അതാണ് സൈക്കോളജി. നമ്മുടെ സൈക്കോളജി പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ പേര് സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാണ്. അദ്ദേഹം സൈക്കോ അനാലിസിസിന്റെ ഫൗണ്ടർ എന്ന് തന്നെ പറയാം. ചൈൽഡ് ഡെവലപ്മെന്റിൽ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് നമ്മൾ കണ്ടു.
പക്ഷെ എന്ത് തന്നെയായാലും ക്രിറ്റിസിസ് ഉണ്ടാകും ആരുടെ കാര്യത്തിൽ. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അങ്ങനെ കുറെ ഫ്ലോസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം മെയിൽ ഫീമെയിലിന് മാത്രം ഫോക്കസ് ചെയ്തു, അതർ ജെൻഡേഴ്സിനൊന്നും ഫോക്കസ് ചെയ്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും അദ്ദേഹം മെയിലിന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു പറഞ്ഞത്, ഫീമെയിൽസിന്റെ കാര്യമായിട്ട് പറഞ്ഞില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ക്രിറ്റിസിസ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബുക്സ് ഒക്കെ വായിക്കുവാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിക്കണം. ഞാൻ വായിക്കട്ടെ മാം. ഓക്കെ, ലവ്ലി, പ്ലീസ്. About psychology. The word psychology comes from the Greek word where psyche means soul and logos means science. Thus, the meaning of psychology is the science of soul. Modern theories and practice of education have been influenced by psychology. Psychology, like several other branches of knowledge, have a history of recent development. At present, it is wing of knowledge, which is fast developing. In fact, modern psychology has its development from the second half of the 19th century. Now it has different wings and many researches and creations are still being in progress. Psychology is usually defined as a study of human behavior. Some psychologists have gone a step forward. They say that psychology is a science of behavior and cognitive processes. Those who work in the field of education and concerned with the educational psychology, which is the application of psychological principles to education. It can be called applied psychology. All the teachers learn educational psychology as a part of their training course. Madhila ma'am. Thank you ma'am. ഓക്കെ, സോ സൈക്കോളജിയുടെ ഒറിജിൻ ഒക്കെ പറയുന്നുണ്ട്. സോ സൈക്കോളജി ആക്ച്വലി അതൊരു സയൻസ് ആണ്, സയന്റിഫിക് സ്റ്റഡി ഓഫ് ദി മൈൻഡ് ആൻഡ് ബിഹേവിയർ. സൈക്കോളജിക്ക് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ എന്താണ് ഒരു ഇമ്പോർട്ടൻസ്? എന്തിനാ നമ്മൾ സൈക്കോളജി അറിയുന്നത്? കുട്ടികളുടെ മനഃശാസ്ത്രം, കുട്ടികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ എങ്ങനെ അറിയാൻ. ഡെഫിനറ്റ്ലി നമ്മുടെ മുന്നിൽ വരുന്ന ആ സോൾസ് അവരെ മനസ്സിലാക്കാൻ, വളരെ പ്യുവർ സോൾസ് ആയിരിക്കും കുട്ടികൾ എന്ന് പറയുന്നത്, അത്ര നിഷ്കളങ്കരായിരിക്കും. അവർക്ക് പിന്നെ പല മാറ്റങ്ങളങ്ങ് വന്നു പോവാണ് സാഹചര്യങ്ങൾ കൊണ്ട്. ആ കുട്ടികളുടെ മൈൻഡ്, ബിഹേവിയർ അത് മനസ്സിലാക്കാൻ. കാരണം ഒരു മറിയ മോണ്ടെസോറിയുടെ മെത്തേഡ് അതായിരുന്നു, ഒരു കുട്ടിയെ അറിഞ്ഞിട്ട് വേണം അതിന് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ. ഒരു കുട്ടിക്ക് അനുസരിച്ചായിരിക്കണം. അതായത് ഗ്രൂപ്പ് ലേണിംഗ് അല്ല മോണ്ടെസോറി മെത്തേഡ് എന്ന് പറയുന്നത്, ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ ലേണിംഗ്. ആക്ച്വലി നമ്മളുടെ ട്രെയിനിങ്ങും നമ്മളുടെ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ് പോകേണ്ടത്, ഇൻഡിവിജ്വൽ ആണ് പോകുന്നത്. നമ്മളുടെ ലിമിറ്റേഷൻസ് നമുക്കറിയാം. ബട്ട് വെനെവർ വി ആർ സെയിങ് എനിത്തിങ് റിലേറ്റഡ് ടു എനിത്തിങ്, നിങ്ങളും ആലോചിക്കും അതുമായിട്ട് കണക്ട് ചെയ്ത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ക്രിറ്റിസിസ്, അതായത് അത് ശരിയല്ലല്ലോ, അത് അങ്ങനെയല്ലല്ലോ വരണ്ടേ, അങ്ങനെയൊക്കെ തോന്നാം. ചിലപ്പോൾ ഒരു സജഷൻ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇതായിരുന്നു, ഇങ്ങനെ വേണമായിരുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച്. അപ്പൊ അങ്ങനെ അവിടെ ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് വേണ്ടത്. പിന്നെ നമ്മളുടെ എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQs ആണ്. അത് ശരി, ഒരു കോഴ്സ് നടത്തുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ്, ഒരു പ്രൊസീജിയർ ഉണ്ട്, അതാണ് അങ്ങനെ എക്സാം നടത്തുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഓഫ്ലൈനില് മോണ്ടിസോറിയുടെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ലൈക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ്. പിന്നെ എല്ലാം അപ്ലിക്കേഷൻ ലെവലിലായിരിക്കും. ഓരോ ആളുടെയും പെർസ്പെക്റ്റീവ്, അതിൽ ഒരാൾ എഴുതുന്ന ആൻസറും മറ്റേ ആൾ എഴുതുന്ന ആൻസറും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അവിടെ ആൻസർ തന്നെ ജസ്റ്റ് ലൈക്ക് ഒരു കുട്ടി നിങ്ങളുടെ മുന്നിൽ നിന്ന് തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും?
അവിടെ നമ്മൾ ചിന്തിക്കുവാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം. അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരുന്നത്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു ക്രിയേഷൻ, ഒരു ഇമാജിനേഷൻ ആ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. ലൈക്ക് നമുക്ക് നിങ്ങൾ 10 ഇൻഡിവിജ്വലിനെ മീറ്റ് ചെയ്യാം. ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഹെൽത്തി ആയിരിക്കാൻ അവരെന്താ ചെയ്യുന്നത്, നിങ്ങൾ ഓരോരുത്തരും മീറ്റ് ചെയ്യുന്ന മാം തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ചെയ്തു വെച്ചു, പക്ഷെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞില്ല മാം. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. ഇല്ല, ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല. ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ എന്ന് വെച്ചാല് ഓരോരുത്തരും മീറ്റ് ചെയ്യുന്ന വ്യക്തികളെ വ്യത്യാസമായിരിക്കില്ലേ. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആൻസർ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും എക്സാമിന് വരുന്നത്. അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ അസൈൻമെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെയും പോയി ഗൂഗിൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ് ആയിട്ട് തരുന്നത്. സോ അതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ എടുക്കുക, എഫേർട്ട് ഇടുക, മാക്സിമം നമ്മളുടേതായ ഒരു ടച്ച് വേണം എല്ലാത്തിലും. നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ. 10 പേരുടെ ചെയ്ത് അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എഴുതണം. അപ്പൊ അത് മാത്രം സബ്മിറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, മറ്റു സബ്മിറ്റ് ചെയ്യണ്ടല്ലോ. നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ചിലപ്പോ ഇതില് ചില ഒരു സ്പാർക്കും നടക്കും. നമ്മൾ ചെന്നൊരു ഭയങ്കരമായിട്ട് ഇറഗുലർ ഫുഡ് ഹാബിറ്റ്സ് ഉള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കുക. അപ്പൊ അയാൾ മേ ബി നോട്ട് ഷുവർ ഒന്ന് ചിന്തിക്കും, ശരിയാണല്ലോ, ഹെൽത്തി ആയിരിക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലല്ലോ. അതും കൂടി ഇതിന്റെ പുറകിലുണ്ട്. ഇതിന്റെ ഒരു ചെറിയൊരു റിസൾട്ട് 10 പേര്, അങ്ങനെയുള്ള 10 പേരുണ്ടെങ്കിൽ നിങ്ങൾ പലരും പോയി ചോദിക്കുമല്ലേ. എല്ലാരും ഒരേ ആൾക്കാരോടല്ല ചോദിക്കുന്നത്, പല ഏരിയയിലുള്ളവരാണല്ലോ. അപ്പോ ആരെങ്കിലും 1-2 പേരോ ഒന്ന് റീതിങ്ക് ചെയ്യുവാണെങ്കിൽ അത് നമ്മളുടെ ഒരു റിസൾട്ട് തന്നെയാണ്, നമ്മുടെ ഒരു ഇന്റർവെൻഷൻ കൊണ്ട് സംഭവിച്ചതാണ്. ഇതുപോലെ സർവേ ടൈപ്പ്, ഇതൊരു ചെറിയൊരു സർവേ പോലെ തന്നെയല്ലേ. 10 ആളുകളെ കണ്ടുപിടിച്ച് ഡേറ്റ കളക്ഷൻ ആയിരുന്നു നമ്മളുടെ. നിങ്ങൾക്ക് സർവേ റിപ്പോർട്ട് പോലെ എഴുതി നിങ്ങൾക്ക് കയ്യിലൊരു റെഫറൻസിന് വേണ്ടി സൂക്ഷിക്കാം. പിന്നെ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സർവേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. ഞാൻ ഇതുപോലെ ഹെൽത്ത് സെഷനിൽ ഞാൻ ഇങ്ങനെ ഒരു സർവേ ചെയ്തിട്ടുണ്ട്, എന്റെ അനാലിസിസ് ഇതാണ്, ഞാൻ ഇങ്ങനെ പല ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന വ്യക്തികളെയാണ് ഞാൻ കണ്ടാണ് ഒരു ഇന്റർവ്യൂ പോലെയാണ് ചോദിച്ചത്. മെത്തേഡ് എന്തായിരുന്നു അവർ ചോദിക്കും, ക്വസ്റ്റ്യനർ ആയിരുന്നു? ഇല്ല, ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇതായിരുന്നു എന്റെ 2 ക്വസ്റ്റ്യൻസ്. ഹെൽത്ത് എന്ന് പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അത് പല ഏജിലുള്ളവരെയാണ് ഞാൻ കണ്ടത്, പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരെയാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അത് ആരും ചെയ്യാത്തൊരു കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് സർവേ നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് പിന്നെ ക്വസ്റ്റ്യനെയർ ആണ് കേട്ടോ. ഒരു 30-35 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് യു ക്യാൻ ആഡ് മോർ ക്വസ്റ്റ്യൻസ്. പിന്നെ എന്റെ ക്വസ്റ്റ്യനിൽ റെലവെന്റ് അല്ലാന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് ചോദിക്കണം എന്നുള്ളത്. അത് പാരന്റ്സിനെ മീറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് മിനിമം 5 പാരന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കൂടുതൽ പാരന്റ്സിനെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതൊന്നുമില്ല, ചൈൽഡ് കെയർ വീട്ടിലും സ്കൂളിലും സയന്റിഫിക് ആണ്. കുറെ ക്വസ്റ്റ്യനെയർ ഉണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് സ്വന്തമായിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടോ, നിങ്ങൾ കുട്ടിയെ പണിഷ് ചെയ്യാറുണ്ടോ, നിങ്ങൾ കുട്ടിയെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ, ഈ കമ്പാരിസൺ കുട്ടിയുടെ മുന്നിൽ വെച്ച് ചെയ്യാറുണ്ടോ, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. കുട്ടിയോടൊപ്പം നിങ്ങൾ TV കാണാറുണ്ടോ, കുട്ടിയെ ഔട്ടിങ്ങിന് കൊണ്ടുപോകാറുണ്ടോ, സബ്ജക്ട് ഒന്ന് പറയാം മാം. ചൈൽഡ് ഞാൻ തരാം. നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റ് ഒക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോഴേക്കും, ഒന്ന് ഫ്രീ ആവുമ്പോഴേക്കും അത് ചൈൽഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞോ, ചൈൽഡ് ഡെവലപ്മെന്റ് പോർഷൻ കഴിഞ്ഞോ? അത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് സാധാരണ ആ ഒരു സർവേ കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പലരും ഇതിനകത്ത് സീരിയസ് ആയി കണ്ടില്ലായിരുന്നു നമ്മുടെ പ്രീവിയസ് ബാച്ചിലുള്ളവര്. പക്ഷെ ചിലർക്കത് ഭയങ്കര ഇഷ്ടമായി. അവര് പറഞ്ഞു ഏത് കാലഘട്ടത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്നാണ് ചില കുട്ടികൾ പറഞ്ഞത്. അവര് വന്ന് ഞങ്ങൾ ഈ സർവേ നിർത്തുന്നില്ല, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണ്. അവർ കാണുന്ന എല്ലാ പാരന്റ്സിന്റെയും ഡേറ്റ കളക്ട് ചെയ്ത് 30 പേരുടെ 40 പേരുടെ ഒക്കെ ഡേറ്റ കളക്ട് ചെയ്ത് സർവേ ചെയ്തവരുണ്ട്. 5 പറഞ്ഞിട്ട് 2-3 പേരുടെ മാത്രം. സർവേ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണല്ലോ. അത് 2 പേരുടെ 3 പേരുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ഒരു
ഐഡിയ കിട്ടില്ല. ഞാൻ മിനിമം 5 പാരന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് എത്ര പേരുണ്ടാവാം. അപ്പൊ ഇത് പോളിയം ആവുമ്പോ ടീച്ചേഴ്സിന്റെയും എടുക്കണോ? വേണ്ടല്ലോ, പാരന്റ്സ് മാത്രം മതിയോ? സ്കൂളിലെ കാര്യം പാരന്റ്സിന് എത്രത്തോളം അറിയാം എന്നുള്ളതാണ് അവരോടുള്ള ക്വസ്റ്റ്യൻ. പാരന്റ്സിനോടുള്ള ക്വസ്റ്റ്യൻ, ടീച്ചേഴ്സിനോടുള്ളതല്ല. ടീച്ചർ ട്രെയിൻഡ് ആണ്. ടീച്ചർ കുട്ടിയെ മെന്റലി ഫിസിക്കലി പണിഷ് ചെയ്യാറുണ്ടോ? പിന്നെ ടീച്ചറോട് സച്ച് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് നിങ്ങൾ പറയാറുണ്ടോ? കുട്ടിയെ ബീറ്റ് ചെയ്യണം, കുട്ടിയെ അടിച്ചോളൂ, എനിക്ക് പ്രോബ്ലം ഇല്ല, അങ്ങനെ പറയുന്ന പാരന്റ്സ് ഉണ്ടല്ലേ, അത് പറയാറുണ്ടോ? സ്കൂളിൽ നിന്ന് വരുന്ന അസൈൻമെന്റ് ചെയ്യാൻ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരെ. പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും സാധനങ്ങൾ, ഡ്രസ്സ് ആണെങ്കിലും വാങ്ങുമ്പോൾ കുട്ടിയുടെ ഇൻട്രസ്റ്റ് കണക്കിലെടുക്കാറുണ്ട്. പിന്നെ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ പോലെ, ഇൻ ഫ്യൂച്ചർ കുട്ടിക്ക് നെക്സ്റ്റ് ഹയർ സ്റ്റഡീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് വരുമ്പോൾ കുട്ടിയുടെ താല്പര്യം, കുട്ടിയുടെ ഇൻട്രസ്റ്റ്, അത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. ഏജ് ടൈപ്പ് സ്റ്റുഡൻസിനെ ഉദ്ദേശിക്കണേ? പ്രീ സ്കൂൾ കുട്ടികളെയാണ് വേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു എനി ഏജ് ഓഫ് സ്കൂൾ ഗോയിങ്. അഡോളസൻസ് ആണെങ്കിലും നല്ല തന്നെയാണല്ലോ. ഈ ഒരു സർവേ ചെയ്തു. ഈ സർവേയുടെ ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കുന്നത് വൈവ ടൈമിലാട്ടോ. സർവേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു റിപ്പോർട്ടാക്കി നിങ്ങൾ കയ്യിൽ വെക്കണം. എന്നിട്ട് വൈവ ടൈമിൽ ഞാൻ ഇതെല്ലാവരോടും ചോദിക്കും, നിങ്ങൾ സർവേ ചെയ്തിട്ടുണ്ടോ? എത്ര പാരന്റ്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തു? നിങ്ങൾ എന്താണ് അനലൈസ് ചെയ്തത്? ആ ഡേറ്റയിൽ നിന്നും എന്ത് അനലൈസ് ചെയ്തു? അത് കഴിഞ്ഞ് ചോദിക്കും. ചിലർ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ ട്രെയിനേഴ്സ്, അല്ലെങ്കിൽ പാരന്റ് ആയിരിക്കാം. ആസ് എ പാരന്റ് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾ എങ്ങനെയാണ്? പല പല ആൻസേഴ്സ് വന്നു. നല്ല ഒരു ഇത് വന്ന എന്താന്ന് വെച്ചാൽ ഒരു ഇന്റർവെൻഷൻ. ഈ ഒരു സർവേക്ക് വേണ്ടി കാഷ്വലി ഒരു വീട്ടിൽ പോയതാണ്. അവിടുത്തെ അമ്മ കുറെ വിഷമം, കുട്ടിയുടെ അമ്മ സപ്രസ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന ഒരു അമ്മയായിരുന്നു. ഈ ചോദ്യം ചോദിച്ചപ്പോഴേക്കും പുള്ളിക്കാരി എല്ലാം തുറന്നു പറഞ്ഞു. അവരുടെ മകള് ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി. 13 വയസ്സെന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ആ ഒരു ടീനേജിന്റെ ആ ഒരു ഏജ്. ഈ കുട്ടിയെ വീട്ടിലാരോ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ അമ്മയ്ക്ക് അറിയാം. പക്ഷെ അമ്മയ്ക്ക് ആ വ്യക്തിയെ തടയാനായിട്ട് പേടി. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അബ്യൂസ് കാരണം, ഈ ഒരു അബ്യൂസ് നടന്നപ്പോ അതുവരെ വളരെ നിഷ്കളങ്കയായി ഇതിനെ പറ്റിയൊന്നും അറിയാത്തൊരു പെൺകുട്ടിയായിരുന്നു. ഈ അബ്യൂസ് നടന്നു കഴിഞ്ഞപ്പോൾ ഇവളുടെ ഇമോഷൻസും ഫീലിങ്സും ട്രിഗറായി. പിന്നെ ബോയ്സിനോട് ഭയങ്കര വല്ലാത്ത രീതിയിലുള്ള ക്ലോസ്നെസ്. അപ്പൊ ഇവളുടെ ക്ലാസ്സിലെ ബോയ്സ് എല്ലാ ആൺകുട്ടികളും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അതിൽ ചിലര് ഇത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആവശ്യമില്ലാത്ത വീഡിയോസ്, ആവശ്യമില്ലാത്ത ബുക്കുകൾ ഇവൾക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി. അമ്മയ്ക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യുന്ന പറയാൻ പറ്റുന്നില്ല. വീട്ടില് പറയാനും പറ്റാത്ത രീതിയിലുള്ള ഒരു ഫാമിലി എൻവയോൺമെന്റ്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ട്രെയിനി സർവേക്ക് വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ചെല്ലുന്നത്. അപ്പൊ ഇത് മുഴുവനും ഇതിനോട് പറഞ്ഞു. ഇവർക്ക് ഇത് ആരോടെങ്കിലും പറഞ്ഞത് ശരിയാക്കണം. ഇവര് കുട്ടിയെ അടിക്കുകയല്ലാണ്ട് ഇവരൊന്നും ചെയ്യുന്നില്ല. ഈ ബോയ്സിന്റെ അടുത്ത് നിന്ന് വീഡിയോ ബുക്സ് ഒക്കെ ആയിട്ട് വരുന്നത് ഇവള് ഭയങ്കരമായിട്ട് അതിലേക്ക് ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ ഇവര് കുട്ടിയെ വളരെയധികം പണിഷ് ചെയ്യും, അടിക്കുന്നു. പക്ഷെ കുട്ടിക്ക് ഒരു കൂസലും ഇല്ല. അവൾക്ക് അതൊരു വാശി പോലെ. അങ്ങനെ ആയപ്പോ നമ്മുടെ ഒരു ട്രെയിനി പറഞ്ഞത്, എനിക്ക് പരിചയമുള്ള ഒരു കൗൺസിലർ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് തരാം, കുട്ടിയുമുണ്ട്, അവരുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ആ കൗൺസിലറുടെ അടുത്ത് ചെന്നു. എന്റെ അടുത്ത് വൈവയ്ക്ക് വരുമ്പോ ആ കൗൺസിലിങ്ങിന് പോയിട്ട് ഏകദേശം ഒരു 3-4 സെഷൻ അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഫസ്റ്റ് സെഷനിൽ തന്നെ കുട്ടിക്ക് നല്ല മാറ്റം ഉണ്ടായി. അപ്പൊ കാരണം ഇങ്ങനെ പോകുമ്പോ അമ്മയ്ക്കും ആക്ടിവിറ്റി കൊടുക്കും, കുട്ടിക്കും ആക്ടിവിറ്റി കൊടുക്കും. അങ്ങനെ ആ ഒരു 3-4 സെഷൻ കഴിഞ്ഞപ്പോ ഷീ ബാക്ക് ടു നോർമൽ എന്നുള്ള രീതിയിൽ അവൾ ഓക്കെ ആയി. പിന്നെ അമ്മയ്ക്ക് കുട്ടിയെ വീട്ടിൽ ഇത് ചെയ്യുന്ന ആൾക്ക് എതിരെ അമ്മ സംസാരിക്കുകയും ചെയ്തു. അയാളെ താക്കീത് കൊടുത്തു, വാണിംഗ് കൊടുക്കുകയും ചെയ്തു. അതാണ് അതും ഒഴിവായി കിട്ടി. അങ്ങനെ ഒരു ഇന്റർവെൻഷൻ. ഇപ്പൊ നമ്മൾ വിചാരിക്കും, ഇതൊക്കെ എനിക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് വിചാരിക്കും. ഈ അസൈൻമെന്റും ഈ സർവേ, യെസ് മാർക്ക് ഡെഫിനറ്റ്ലി ദർ, നിങ്ങൾക്ക് ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ബട്ട് ഇത് നമ്മൾ ചെയ്യുന്ന ഒരു സർവീസും കൂടിയാണ്. നമ്മൾ അതിൻ്റെതായ ഒരു താല്പര്യത്തോടു കൂടി നമ്മളിത് അപ്രോച്ച് ചെയ്ത് നമ്മളിത് ചെയ്യാം. എനിക്ക് അന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാനൊരു സർവേ ടോപ്പിക് കൊടുത്തു, അതുകൊണ്ട് ഒരു സോളിനുണ്ടായ ഒരു മാറ്റം അതുപോലെ എത്ര ഉണ്ടാവുമായിരിക്കും. അതുപോലെ പലരും പറഞ്ഞു, ചില പാരന്റ്സിന് ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി, അവരുടെ ചില രീതികൾ വെച്ചിട്ട് അത് അവയർനെസ് കൊടുക്കാനായിട്ട് പറ്റി എന്നൊക്കെ പലരും സർവേക്ക് പോയവർ പറയേണ്ടായി.
സോ ഇപ്പൊ തന്നെ സൈക്കോളജിയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരു സയന്റിഫിക് സ്റ്റഡിയാണ് ഓഫ് ദ മൈൻഡ് ആൻഡ് ബിഹേവിയർ. ഇതിന്റെ ഒറിജിൻ പറയുന്നുണ്ട് ഗ്രീക്ക് വേർഡ് സൈക്ക് എന്ന് പറഞ്ഞാൽ മീൻസ് സോൾ, ലോഗോസ് മീൻസ് സയൻസ്. അപ്പോ സയൻസ് ഓഫ് സോൾ ആ ഒരു രീതിയിലുള്ള മീനിങ് വരുന്ന വേർഡാണ് സൈക്കോളജി, സയൻസ് ഓഫ് സോൾ. പിന്നെ ഈ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ടീച്ചർ ആകാൻ പഠിക്കുന്ന MEd ആയിക്കോട്ടെ, BEd ആയിക്കോട്ടെ, TTC ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ മോണ്ടിസോറി TTC ആണെങ്കിലും അതിലെല്ലാം സൈക്കോളജി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യം നമ്മുടെ മുന്നിൽ വരുന്ന സോൾസിന്റെ ബിഹേവിയർ അത് നമ്മൾക്ക് മനസ്സിലാക്കി വേണം നമ്മൾ അവർക്ക് ഇന്റർവെൻഷൻ കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സൈക്കോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വലിയൊരു മരമാണെങ്കിൽ കുറേ ബ്രാഞ്ചസ് ഉള്ളത് പോലെയാണ് സൈക്കോളജിയുടെ കാര്യം. അതിൽ ഒരു ബ്രാഞ്ചാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് അതാണ് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇതിങ്ങനെ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് ഓഫ് ദ 9th. ലോഗോസ് ഉദ്ദേശിക്കുന്നത് എന്താ മാം? ലോഗോസ് മീൻസ് സയൻസ്. ഗ്രീക്ക് വേർഡ് ആണ് രണ്ടും. സൈക്ക്, ലോഗോസ്, ഈ രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സൈക്കോളജി ഒറിജിനേറ്റ് ചെയ്തത്. സയൻസ് ഓഫ് സോൾസ്. ലോജി വരില്ലേ, ലോഗോസ്, ആ സൈക്കോളജിയുടെ ലോജി വരുന്നത്. ഓക്കെ, 19th സെഞ്ചുറിയുടെ ഒരു പകുതി തുടങ്ങിയാണ് ഇതിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അതിന് കുറെ ബ്രാഞ്ചസ് ഉണ്ട്, ഡിഫറെന്റ് വിങ്സ്. അതുപോലെ തന്നെ അതിൽ വളരെയധികം റിസർച്ചുകളും നടക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഈ ഒരു +2 ഒക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ ഹയർ സ്റ്റഡീസിന് സൈക്കോളജി കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പല രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഡെവലപ്പിംഗ് സയൻസ് തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ബിഹേവിയറിന്റെ സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ചില സൈക്കോളജിസ്റ്റുകൾ ഇത് ഹ്യൂമൻ ബിഹേവിയർ മാത്രമല്ല, കോഗ്നിറ്റീവ് പ്രോസസ്സിന്റെ, അതായത് നമ്മുടെ ബുദ്ധിയുമായി കണക്ട് ചെയ്യുന്ന അതിന്റെ പ്രോസസ്സിന്റെ സ്റ്റഡിയും കൂടിയാണെന്ന് ചില സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഫീൽഡില് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസും അതിന്റെ ഒരു ആപ്ലിക്കേഷൻ, സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്, അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അപ്പൊ ഇതൊരു അപ്ലൈഡ് സയൻസ് ആണ് അല്ലെ. ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞത്. അതായത് പ്രോഗ്രസീവ് ആണ്. ജസ്റ്റ് ഒരു തിയറി വെച്ചു അത്രേ ഉള്ളൂ എന്നല്ല, അതിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രസീവ് സയൻസ് ആണ്, ഡെവലപ്പിംഗ് സയൻസ് ആണ്. അതുപോലെ തന്നെ ഒരു അപ്ലൈഡ് സയൻസ് ആണ്. ഇത് പല പല മേഖലകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അപ്പൊ ഇതൊരു അപ്ലൈഡ് സൈക്കോളജിയാണ്. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്തു. സോ ദാറ്റ് ഇസ് എൻ അപ്ലൈഡ് സൈക്കോളജി. ഇവർ ടീച്ചേഴ്സ് എല്ലാം അവരുടെ മെയിൻ കോഴ്സിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ദേ ഷുഡ് ലേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആസ് എ പാർട്ട് ഓഫ് ദർ ട്രെയിനിങ് കോഴ്സ്. അത് നമുക്ക് അത് മനസ്സിലായി തന്നെ നമ്മൾ പഠിക്കണം. അതായത് എന്റെ കോഴ്സിലെ ഒരു ടോപ്പിക്കാണ് ഐ ഹാവ് ടു സ്കോർ മാർക്ക് എന്നുള്ളതല്ല, അത് നല്ല രീതിയിൽ. അപ്പൊ ആ ഒരു കണ്ടന്റ് അതുപോലെ നന്നായിരിക്കണം ഏത് ടീച്ചിങ് കോഴ്സ് ആണെങ്കിലും. MTTC മാത്രമല്ല, എല്ലാം BEd ആണെങ്കിലും എല്ലാം തന്നെ. ഈവൻ ദോ ആ കോഴ്സിന്റെ സിലബസ് അത് ഉണ്ടെങ്കിലും കോഴ്സ് ചെയ്യുമ്പോൾ അതത്ര സീരിയസ് ആയി എല്ലാവരും എടുക്കാറുണ്ടോന്ന് അറിയില്ല. അതുകൊണ്ടാണ് ടീച്ചേഴ്സിന് ഗ്രൂമിങ് സെഷൻസ് വെക്കുന്നത്. പലപ്പോഴും കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് ലേണിംഗ് പ്രോസസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഗ്രൂമിങ് സെഷൻസ് ഉണ്ട്. അത് ഗവൺമെന്റ് സെക്ടറിൽ ചില സമയങ്ങളിൽ നന്നായി നടക്കും. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ എന്റെ ഫ്രണ്ട് കല അത് എപ്പോഴും പറയാറുണ്ട്. ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു 1 hour ക്ലാസ് ആ രീതിയിൽ പല സ്കൂളിലും പോയി എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കല അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യും, ആ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ. പല സ്കൂളുകളിലും നടക്കാനാണ്. കാരണം ഈ ഒരു ഫണ്ട് അവർക്ക് വേറെ എങ്ങോട്ടും ചെലവഴിക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ വിളിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂർ ടീച്ചേഴ്സിന് ഇരിക്കാൻ പറ്റില്ല. സോ 1 hour 2 hour കാര്യം തീർക്കും. ഒരു വഴിപാട് പോലെ. അങ്ങനെയല്ല ശരിക്കും ആ ഒരു ഗ്രൂമിങ് ടീച്ചേഴ്സിന് കൊടുക്കണ്ടേ. കാരണം ഇത്രയും കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ്. അതിനൊക്കെ കല ഭയങ്കര എഗെയിൻസ്റ്റ് ആണ്. പക്ഷെ കലയ്ക്ക് ഒരാളെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും കലയ്ക്ക് കിട്ടുന്ന ആ ഒരു ടൈം നല്ല രീതിയിൽ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കല ശ്രമിക്കാറുണ്ട്.
പിന്നെ സൈക്കോളജിയുടെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആയിട്ട് പറയുന്നത് ഡെവലപ്മെന്റ് സൈക്കോളജിയാണ്. നമ്മളുടെ ലൈഫ് സ്പാൻ, നമ്മളുടെ ലൈഫിന്റെ ഓരോരോ സ്റ്റേജസ് വെച്ചിട്ടാണ് ഈ ഡെവലപ്മെന്റ് സൈക്കോളജി പറയുന്നത്. ആ ഒരു ലൈഫ് സ്പാനിൽ കുറച്ചു മുമ്പ് ലവ്ലി പറഞ്ഞില്ലേ, ആ ഒരു പേഷ്യൻസ് ഒരു 40+ 50+ ആയിരിക്കും ആ ഒരു നമ്മൾ പറയും ഒരു പക്വത, ആ ഒരു ഇത് വന്നു. പിന്നെ കുട്ടികള് അവരുടെ അഡോളസൻസ് ഏജ് ഒക്കെ കഴിഞ്ഞ് ഒരു 18 ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരു വകതിരിവ് വന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളുടെ ലൈഫ് സ്പാനിലെ പല പല ഡെവലപ്മെന്റ് സ്റ്റേജസിലും നമ്മളുടെ ബിഹേവിയർ വേറെ ആയിരിക്കും അല്ലെ. നമ്മളുടെ മൈൻഡിന്റെ ആ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്, മനസ്സിന്റെ ചിന്ത, മെന്റൽ സ്റ്റാറ്റസ്. നമ്മളൊരു 20 വർഷം മുമ്പ് നമ്മളോട് വല്ലാതെ മോശമായ ഒരു പെരുമാറിയ ഒരു വ്യക്തിയോട് നമ്മൾ റിയാക്ട് ചെയ്തതായിരിക്കില്ല ഒരു 10 years കഴിഞ്ഞ അയാളെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അല്ലെ. പിന്നെ ഒരു 10 years, ഒരു 40 years ആകുമ്പോൾ അങ്ങനെ പോകും. ഓക്കെ, സോ അതായത് അത് ഞാൻ എന്റെ കാര്യം തന്നെ എക്സാമ്പിൾ പറയാം. ഞങ്ങള് ചെറുപ്പത്തിലെ കസിൻസ് വളരെ കൂട്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ ഉള്ളിലെല്ലാം അതുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു കസിൻ ബ്രദർ, എന്നെക്കാളും മൂത്ത ആളാണ്. ആളുടെ മാരേജ് കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് കൺട്രോള് വൈഫായി. ഈ വൈഫ് ഇച്ചിരി ഒരു സംശയ രോഗിയാണ് കേട്ടോ. കാരണം പുള്ളിക്കാരന്റെ എലിജിബിൾ മുറപ്പെണ്ണൊക്കെയാണ് ഞാൻ. പക്ഷെ നമ്മള് ചെറുപ്പത്തിൽ കളിച്ചു വളർന്നപ്പോ അങ്ങനെ ഒരു കാര്യമൊന്നും നമ്മുടെ തലയിലില്ല. ഇവര് ബ്ലോക്ക് ചെയ്യിക്കും ഞങ്ങളെ. ഈ എല്ലാ എലിജിബിൾ മുറപ്പെണ്ണുമാരും ഒന്നൊരാളൊന്നുമല്ല, ആ സ്റ്റേജിലുള്ള കുറെ പേരുണ്ട്. പുള്ളിയാണ് ഏറ്റവും മൂത്ത ആൾ ഇതില്. അപ്പൊ എല്ലാരും ബ്ലോക്ക് ചെയ്യിക്കലാണ് ഈ വൈഫിന്റെ ഒരു എന്റർടൈൻമെന്റ് കലാപരിപാടി. അപ്പൊ ഞങ്ങൾക്ക് ഇത് ചിരി വരും. അപ്പൊ നമ്മൾ ചില ഫാമിലി ഫംഗ്ഷൻസിന് കാണുമ്പോൾ പുള്ളി ഇങ്ങനെ വൈഫിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ഷാഡോ പോലെ ഇങ്ങനെ പോകുന്നതാണ്. നമുക്ക് ഇത് കുറെ മുമ്പായിരുന്നപ്പം നമുക്കിത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. വൈ ദിസ് മാൻ ഈസ് ലൈക്ക് എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അതുവരെയും നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരാള് മാരേജ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ചേഞ്ച് അല്ലേ വന്നത് ലൈഫില്. പിന്നെ നമ്മളത് യൂസ്ഡ് ആയത്. കഴിഞ്ഞ ഒരു ആഴ്ച ഇതുപോലെ പോയപ്പോ കണ്ടു, അപ്പോഴും വൈഫിന്റെ പുറകിൽ ഇങ്ങനെ ഷെയ്ഡായിട്ട് ഇങ്ങനെ നിൽക്കുക പുള്ളിക്കാരൻ. നമുക്ക് ഉള്ളില് ചിരി കൊണ്ട് ഏതാ ഇത്രയും ഏജ് ആയിട്ടും ചേഞ്ച് വന്നിട്ടില്ല. 50 ആയിട്ടുണ്ടാവും, 50+ ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും വൈഫ് ബ്ലോക്ക് ചെയ്യിപ്പിച്ച് വെച്ചേക്കുക. അതൊക്കെ ഒരു തമാശയായിരുന്നു. ഇപ്പൊ അത് തമാശയായിട്ട് തോന്നില്ല. അന്ന് ഒരുമാതിരി ആൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു 10 വർഷം മുമ്പ്. ഇപ്പൊ നമ്മൾക്ക് നമ്മളത് വിട്ടു. നമുക്ക് നഷ്ടപ്പെട്ടു, വ്യക്തിയെ നഷ്ടപ്പെട്ടു, ആളുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി അവിടെ നഷ്ടമായി എന്നുള്ളതാണ് അല്ലെ. ഇറ്റ്സ് ദെയർ ലൈഫ്, അവരെങ്ങനെയാന്ന് വെച്ചാൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്റർവെൻഷൻ നടത്താൻ പല രീതിയിലും. മറ്റേ വീട്ടിൽ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോ ഇടപെട്ടിട്ട് അവസാനം ചീത്തവിളി കേട്ട് തിരിച്ചു പോകുന്നു. അത് കാരണം പിന്നെ ഇടപെടാറില്ല. നമ്മളവര് നല്ല രീതിയിൽ അവരുടെ ലൈഫ് പോകണം എന്ന് വിചാരിച്ച്. അപ്പൊ എന്നോട് എന്റെ കസിൻ സിസ്റ്റർ, എന്റെ താഴെയുള്ള അവൾ എന്നോട് പറയുന്നു, ചേച്ചി ആയതുകൊണ്ട് കേട്ടോ, വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരെ വല്ലതും പറഞ്ഞിട്ട് പോകുന്നതിന് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവര് നല്ല രീതിയിൽ അവരുടെ ലൈഫ് മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് പോയി സംസാരിച്ച്. അന്നത്തെ ദിവസം ഓക്കെ ആയിരുന്നു. അന്ന് വൈകിട്ട് എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു. എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പൊ അതങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ആളുകളുടെ ബിഹേവിയർ ലൈഫ് സ്പാനില് പല സ്റ്റേജസിൽ എത്തുമ്പോഴേക്കും മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഡെവലപ്മെന്റ് സൈക്കോളജി. അപ്പൊ ഡെവലപ്മെന്റ് സൈക്കോളജിയെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ബ്രീഫ് ചെയ്ത് പോകാം അടുത്ത ക്ലാസ്സിൽ. പിന്നെ ഇപ്പോ നമുക്കറിയാം ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ നമ്മള് മലയാളത്തിൽ പറയുമ്പോൾ പറയാറുണ്ടല്ലേ, ശൈശവം, ബാല്യം, പിന്നെ കൗമാരം, യൗവനം, പിന്നെ വാർദ്ധക്യം, ആ രീതിയിൽ ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്, പിന്നെ ഓൾഡ് ഏജിലേക്ക് പോകുന്ന ആ ഒരു ഇത്. അപ്പൊ ലൈഫ് സ്പാൻ നമ്മൾ ബർത്ത് തുടങ്ങിയിട്ട് നമ്മളുടെ ഡെത്ത് വരെയുള്ള അതിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ് ഈ ഡെവലപ്മെന്റ് സൈക്കോളജി. അതും എനിക്ക് തോന്നുന്നു നമ്മൾ അറിയുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ആളുകളുടെ ഒബ്സർവേഷനാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓരോ ഏജിലും ഒരു കുട്ടി തുടങ്ങിയിട്ട് വലിയൊരു അഡൾട്ട് ആവുന്ന സമയത്ത് എങ്ങനെയാണ് ഇവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് നിങ്ങൾക്ക് സ്വയം നിങ്ങളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നല്ലോ, ഇങ്ങനെ ഒരു കാര്യം വരുമ്പോ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ചില അമ്മമാര് മക്കളെ പറ്റി പറയില്ലേ, ഓ എന്തൊരു വാശിയും ദേഷ്യവും പിണക്കമായിരുന്നു അവൾക്ക്, കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അവള് എത്ര നന്നായോ എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ നമ്മളുടെ ഒരു സ്റ്റാറ്റസ് ചേഞ്ചിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. പിന്നെ ഈ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോ ചിലരുടെ മക്കള് പറഞ്ഞു, ഓ അമ്മ എന്ത് പാവായി. എന്നെ പറ്റി എന്റെ മക്കള് പറഞ്ഞ കേട്ടോ,
അമ്മ നല്ല അമ്മയായി എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ തന്നെ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ചേഞ്ചസ്, അതിന്റെ മാറ്റം, നമ്മളുടെ ബിഹേവിയർ, സിറ്റുവേഷനിൽ നമ്മൾ തന്നെ ഒന്ന് സെൽഫ് അനാലിസിസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, പണ്ടായിരുന്നു ആ സംഭവം നടന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പെരുമാറിയനെ. ഇപ്പൊ അത് ആ ഒരു ശരിയാണ്. എന്റെ അനുഭവം തന്നെ. നമ്മുടെ ആ ഒരു മെന്റൽ സ്റ്റാറ്റസ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറി. കുറച്ചുകൂടെ ആളുകൾക്ക് നമ്മൾ അപ്രോച്ചബിൾ ആയി അല്ലെ. പണ്ട് നമ്മളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ മടിച്ചിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നു കാണുമായിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കൂളായി നമ്മുടെ അടുത്ത്, കാരണം നമ്മൾ അതുപോലെ വല്ല അഡമന്റ് ആയിട്ട് നിൽക്കുന്നവരുണ്ടാവാം. എല്ലാരും കേട്ടോ പറഞ്ഞത്. ഞാൻ അധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. ഒരു ബാച്ചിലർ ഒരു കുട്ടി എനിക്ക് ചോദിച്ച ചോദ്യം, മിസ് മോണ്ടിസോറി പഠിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു എഗ് ഉള്ളിലായിരുന്നു. അത് പൊട്ടിച്ച് ഞാൻ പുറത്തു വന്ന ഒരു അവസ്ഥയിലായിപ്പോയി. പിന്നീട് അന്ന് ഞാൻ അധികം സംസാരിക്കില്ല. എനിക്ക് കുറെ അനിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ചില വ്യക്തികളെ കാണുമ്പോൾ എനിക്കൊട്ടും സംസാരിക്കാൻ തോന്നില്ല. അവരെല്ലായിടത്തേക്ക് പോകില്ല. ഒരു ഗ്രൂപ്പിലേക്ക് പോകാൻ എനിക്ക് മടിയായിരുന്നു. അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ലൈഫ് എന്ന് തന്നെ പറയാം. പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഐസൊലേറ്റഡ് ലൈഫ് മാറി. എനിക്ക് ലോൺലിനെസ് ഇഷ്ടമാണ്, ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് അങ്ങനെയല്ല. ഇതിന് ശേഷം ബട്ട് ഇൻ എ ഗ്രൂപ്പ് ഓൾസോ ഞാൻ മേർജ് ചെയ്യും. ആ ഒരു രീതിയിൽ എന്നെ മാറ്റിയെടുത്തു എന്ന് തന്നെ പറയാം. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ് നടന്നു. സോ അത് എനിക്ക് എന്റെ ത്രൂ ഔട്ട് മൈ ലൈഫ് പല പ്രശ്നങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, ആ ഒരു ബിഹേവിയർ ചേഞ്ച്. സോ ഇത് തന്നെ നിങ്ങളിലും എത്തട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവൂലേ ഇപ്പോ തുടങ്ങിയിട്ടുള്ളെങ്കിലും നമ്മുടെ ക്ലാസ്സസ്. ഇപ്പൊ കുട്ടികളുടെ സയന്റിഫിക് സ്റ്റഡി, ബിഹേവിയർ ഡെവലപ്മെന്റ്, ഇതെല്ലാമാണ്. HR ഷോഫർ എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നുണ്ട്. അത് ജർമ്മൻ ആണ്, ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് പാരഗ്രാഫും നമുക്ക് ഡെവലപ്മെന്റ് സൈക്കോളജിയെ കുറിച്ചുള്ള കാര്യം കൂടെ കണക്ട് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ടീച്ചേഴ്സും സൈക്കോളജിയുമായിട്ട് എന്താണ് കണക്ഷൻ? പിന്നെ കുട്ടികളുടെ ബിഹേവിയർ ഇതിനിടയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹാബിറ്റും ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? ഹാബിറ്റ് ശീലങ്ങളല്ലേ, ബിഹേവിയർ പെരുമാറ്റവും. അതെ. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് റൂമിലെ ബിഹേവിയർ ആയിരിക്കില്ല എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് സർക്കിളിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ എന്റെ ഫാമിലിയില്. പിന്നെ ഒരു പബ്ലിക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്റ്റേജിലിരിക്കുവാണ് അല്ലെങ്കിൽ സദസ്സിലിരിക്കുകയാണ്, എവിടെ ഇരിക്കാന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ബിഹേവിയർ മാറും. നമ്മളൊരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ബിഹേവിയർ വേറെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബിഹേവിയർ വേറെ ആയിരിക്കും. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മൾ വേറൊരാളാണ്. നമ്മളുടെ പാരന്റ്സിന്റെ അടുത്ത്, നമ്മളുടെ ലൈഫ് പാർട്ട്ണറിന്റെ അടുത്ത്, നമ്മളുടെ മക്കൾ, ഈ ബിഹേവിയർ ഇങ്ങനെ അത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറുന്ന ഒരവസ്ഥ. പക്ഷെ ഹാബിറ്റ്, അത് സ്മോക്കിംഗ് ഈസ് എ ഹാബിറ്റ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നെയിൽ ബൈറ്റിംഗ്, അല്ലെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുളിച്ചതിന് ശേഷമാണ് ഞാൻ പച്ചവെള്ളം കുടിക്കുള്ളൂ. അതൊരു ഹാബിറ്റ് ആണ് അല്ലെ. ചിലരെ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം അത്യാവശ്യം. അങ്ങനെ ഓരോരോ ഹാബിറ്റ് നമ്മളുടെ ഇടയിലുണ്ട്. പിന്നെ ചില ഡിഷസ് കഴിക്കുമ്പോൾ ചില ഡിഷസിന്റെ കൂടെ ഞാൻ മോര് കഴിക്കില്ല, അല്ലെങ്കിൽ ചില ഡിഷസിന്റെ കൂടെ ഞാൻ ഇങ്ങനെ ഇത് കഴിക്കില്ല. അങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ ഹാബിറ്റാണ്. ബട്ട് നമ്മുടെ ബിഹേവിയർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു ചേഞ്ചിങ് പ്രോസസ് തന്നെയാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സൈക്കോളജിയും സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസും എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം മുന്നിൽ വരുന്ന കുട്ടികളെ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിലൂടെ ഡീപ്പായിട്ട് തന്നെ പോകണം. നമ്മളുടെ നോട്ട് ആകെ 2-3 പേജസ് ആയിരിക്കാം. ബട്ട് നിങ്ങൾ കൂടുതൽ ഡേറ്റാസ് കളക്ട് ചെയ്യൂ. സമയം കിട്ടുമ്പോൾ സൈക്കോളജി റിലേറ്റഡ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ശരിക്കും അതിന്റെ ഒരു തലതൊട്ടപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ ബുക്സ് എവിടെയെങ്കിലും വായിക്കാൻ കിട്ടുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് റിവ്യൂ ബ്രീഫിംഗ് ഒക്കെ കിട്ടുമായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഫൈൻ. എന്തോ കൗൺസിലർ ആണോ? ആണ്, പ്രൊഫഷണലി ആണ്, ക്വാളിഫൈഡ് ആണ്. ബട്ട് ഞാൻ അത് കാര്യം ചെയ്യാറില്ല. കാരണം എനിക്ക് അങ്ങനെ ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റാറില്ല, ബാക്കി കാര്യങ്ങളുള്ളത് കാരണം. സൈക്കോളജിയിൽ ഡിഗ്രി എന്തെങ്കിലും എന്തോ? സൈക്കോളജിയിൽ ഏതെങ്കിലും ഡിഗ്രി ഉണ്ടോ? ഞാൻ MSW കൗൺസിലിംഗ് സ്പെഷ്യലൈസ് ചെയ്തതാണ്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ചോദിച്ചതാ, കൗൺസിൽ ചെയ്തതിന്റെ. അതെന്താ വെച്ചാല് ഞാനൊരു ട്രസ്റ്റിന്റെ കീഴിൽ ഒരു വോളണ്ടറി സർവീസ് പോലെ ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ സെന്ററിൽ വോളണ്ടറി ആയിട്ട് ഒരു 4 years ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്റ്റീവ് മെമ്പർ ആയിരുന്നു.
ഇപ്പൊ ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടും ക്ലാസ്സസ് ഉള്ളത് കാരണം എനിക്ക് പലപ്പോഴും പോകാൻ പറ്റാറില്ല. എന്നാലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ പോകാറുണ്ട്. നമ്മുടെ മുന്നിൽ ഇതുപോലെ പല ഇഷ്യൂസ് ഉള്ള ആളുകൾ വരാറുണ്ട്. പിന്നെ എന്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ച് വരാറുണ്ട്, അറിഞ്ഞ് പരിചയത്തിലുള്ളവര്. പിന്നെ ചിലർ കോൾ ചെയ്യാറുണ്ട്. എനിക്ക് സമയം കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ, കാരണം ഒരു സെഷനിലൊന്നും തീരില്ലല്ലോ. ജസ്റ്റ് ചിലപ്പോ ഫോൺ കോളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ വീഡിയോ കോളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ അവർ നേരിട്ട് അടുത്തുള്ളവർ നേരിട്ട് വരാറുണ്ട്. അങ്ങനെ ബട്ട് ഞാനത് പ്രൊഫഷണലി എടുത്തിട്ടില്ല. പേയ്മെന്റ് ഒന്നും വാങ്ങിച്ച് അങ്ങനെ ഒന്നും ചെയ്യാറൊന്നുമില്ല. കാരണം എനിക്ക് അതിനുള്ള സമയം അവർക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മള് ഫുള്ളി അതുമായിട്ട് ഇരിക്കണമല്ലോ അങ്ങനെയാവുമ്പോൾ. അതുകൊണ്ട് പേയ്മെന്റ് ഒന്നും വാങ്ങില്ല. കുട്ടികളെ കൊണ്ടുവരാറുണ്ട്, ടീനേജേഴ്സ് വരാറുണ്ട്. ലൈക്ക് നല്ല ഇതുപോലെ പ്രായമായി മക്കളൊക്കെ സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ ചിലർ ഭയങ്കര ഡിപ്രസീവ് മൂഡിലേക്കൊക്കെ പോകില്ലേ, അവരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. Okay, then thank you so much. Sign out and you can have. I'm going to be. Good morning, everyone. I am Rehana, and it's my privilege to deliver the sign out for today's class about human psychology. Disha ma'am shared so many experience related to this topic. I just wanted to say thank you, Disha ma'am, for your hard work in teaching our online class. I would also like to thank you, all my batchmates. Thank you. Have a good day. Thank you. Thank you, ma'am. 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 Thank you, ma'am.